ഇനി നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി വെക്കാം കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ പാചകം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് ചെറിയുള്ളിയും പച്ചമുളക്, ഇഞ്ചി, 1-2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കാം. പൊടികളെന്ന് ഉദ്ദേശിക്കുന്ന ആകെ 2 പൊടികൾ ചേർക്കുന്നുള്ളൂ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 പൊടിയും കൂടിയാണ് എടുക്കുന്നത്. സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും. ഈ പൊടികളെല്ലാം കൂടെ അല്പം വെള്ളത്തിൽ ചാലിച്ച് എടുത്ത് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊടികൾ ഡയറക്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ച് വെക്കേണ്ടത് കരിഞ്ഞു പോകാതെ കിട്ടും. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് ബ്രൗൺ നിറമൊന്നും അവിടെ അത്രയും മൂപ്പിക്കേണ്ട. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പും കൂടി ഇട്ട് പിന്നെ അരപ്പ് കഴുകി ഒഴിക്കുക. മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഉപ്പും പിന്നെ കുടംപുളി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അരപ്പ് തിളച്ച് വന്നാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് തിളക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടിക തുറന്ന് തീ കുറച്ച് ഒരു 10 മിനിറ്റോളം തിളപ്പിക്കുക. നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിക തുറന്ന് വെച്ചിട്ട് തീ കുറച്ചിടുക. എന്നിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം 10-12 മിനിറ്റോളം ചെറിയ തീയിൽ കിടന്ന് വറ്റട്ടെ. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടിക മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആ ചെറിയ തീ കിടന്ന് വറ്റട്ടെ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും. ഈ സമയത്ത് നമുക്ക് കട്ടി തേങ്ങാപ്പാലും കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തീ ഓഫാക്കണം. പിന്നെ കറിയൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്